കുബീർപൂർ ഗ്രാമത്തിൽ രാമു എന്നു പേരായ കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാൻ ശിവന്റെ വലിയ ഒരു ഭക്തനായിരുന്നു. എല്ലാ ദിവസവും ഭഗവാന്റെ പേര് പറഞ്ഞാണ് ദിവസം ആരംഭിക്കുന്നത്. ഒരു ദിവസം രാമു ഭഗവാൻ ശിവനെ പൂജ ചെയ്തതിനു ശേഷം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തന്റെ മകൻ ലഖൻ അങ്ങോട്ടേക്ക് വന്നത്. അച്ഛാ, ദിവസവും ആരെയാണ് നിങ്ങൾ പൂജ ചെയ്യുന്നത്? നോക്കുമോനെ, ഇദ്ദേഹമാണ് നമ്മുടെ ദൈവം. എല്ലാ ജീവജാലങ്ങളും ഇതിൽ നിന്നാണ് വന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ദിവസം എന്തിനാ പൂജ ചെയ്യുന്നത്? ലഖൻ, നീ വലിയൊരു ചോദ്യമായി ചോദിച്ചിരിക്കുന്നേ. അങ്ങനെയോ? ദിവസവും എന്തിനാ പൂജ ചെയ്യുന്നത്? ഇദ്ദേഹമാ ഭഗവാൻ ശങ്കർ. ഇദ്ദേഹത്തിന് കുറെ പേരുകളുണ്ട്. ചിലർ അദ്ദേഹത്തെ മഹാദേവ് എന്ന് വിളിക്കും, ചിലർ നീലകണ്ഠൻ എന്ന് വിളിക്കും, നടരാജൻ എന്നും വിളിക്കും. ഇദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളും പ്രതിഭയും കണക്കിലെടുത്ത് ഭക്തർ ഇദ്ദേഹത്തിന് ഭോലേനാഥ് എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയാണോ? പിന്നെ എന്തിനാ ദിവസവും പൂജ ചെയ്യുന്നത്? എല്ലാ വിഷയങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട് മോനെ. ചിലർ ഇഷ്ടം കൊണ്ട് പൂജ ചെയ്യും, മറ്റു ചിലർ അവരുടെ കഷ്ടങ്ങൾ പോകാൻ വേണ്ടിയായിട്ടും പൂജ ചെയ്യാറുണ്ട്. ഓരോ ജനങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ പൂജ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോ അച്ഛാ? ഞാൻ ഇദ്ദേഹത്തിന്റെ കോടിക്കണക്കിലുള്ള ഭക്തർകളിൽ ഒരു ചെറിയ ഭക്തനാണ് മോനെ. ഇദ്ദേഹത്തിനും എനിക്കുമുള്ള ബന്ധം ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ളതുപോലെയാ. പൂജ ചെയ്ത് ഞാൻ അദ്ദേഹത്തിനോട് പറയും എനിക്ക് അദ്ദേഹത്തിന് എത്രത്തോളം ഇഷ്ടമാണെന്ന്. അങ്ങനെയാണോ? ഞാനും അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് അച്ഛൻ അവരോട് എത്രമാത്രം ഇഷ്ടമാണെന്ന്. ലഖനും രാമുവും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സീത അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ലഖൻ, നിനക്കങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ശിവന്റെ വാഹനമായ നന്ദിയുടെ അടുത്ത് പോയി കാതിൽ പറയണം. അതെന്തിനാ അമ്മേ? കാരണം നന്ദി പറയുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ശിവൻ ആദ്യം കേൾക്കുന്നത്. മനസ്സിലായോ? ശരി അമ്മേ, ഞാൻ അതുപോലെ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ലഖൻ അവിടെ നിന്നും പോയി. കണ്ടില്ലേ സീത, പിള്ളേരൊക്കെ എന്ത് വേഗമാ ഇങ്ങനെ വളർന്നു പോകുന്നതെന്ന്. എന്റെ ദൈവം ലഖന്റെ പുറത്തും ഇതേപോലെ കരുണ കാണിക്കണമെന്ന്. ശരി, വരൂ. ഇന്ന് നിങ്ങൾ പാടത്തേക്ക് പോയി പശുക്കളെ കൊണ്ട് വയൽ ഉഴുപ്പിക്കണം. അതെ, നീ ശരിയാ പറഞ്ഞേ. ഞാൻ വരുമ്പോ ഞാൻ അതുങ്ങളെയും വിളിച്ചോണ്ട് വരാം. ശരി. ഭഗവാനോടുള്ള ഭക്തി, വയൽ ഉഴണം, 2 നേരത്തെ ഭക്ഷണം. ഇങ്ങനെയുള്ള ജീവിതത്തിൽ രാമുവിന്റെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷേ എല്ലാ കാലവും എപ്പോഴും ഒരേപോലെ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ 8 വർഷം കടന്നുപോയി. ലഖൻ ഇപ്പോൾ 14 വയസ്സായി. രാമുവിന്റെ ആരോഗ്യസ്ഥിതി ഈ വർഷം വളരെ മോശമായി. ഈ വർഷം നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾക്ക് സുഖവും ഇല്ല, പിന്നെ നമ്മുടെ 2 പശുക്കളും വയസ്സായി പോയി. നമ്മളെ കൊണ്ട് പുതിയ പശുക്കളെ വാങ്ങാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും. അച്ഛാ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോന്നേ? നമുക്ക് വേറെ ഒരു വഴിയും ഇല്ലേ? നീ സമാധാനിക്കും മോനെ, ഒന്നിനെയും കുറിച്ച് ഓർക്കണ്ട. എങ്ങനെയാ ഓർക്കാതിരിക്കുക? നിങ്ങളുടെ ആരോഗ്യം വളരെ മോശമാണ്. ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാ? അച്ഛൻ എങ്ങനെയാ ഇത്രയും ശാന്തമായിരിക്കുന്നേ, അതും ഇത്രയും വയ്യാതെ ഇരിക്കുന്ന സമയത്ത്? മോനെ, ഒരു കാര്യം നന്നായിട്ട് ഓർത്ത് വെക്ക്. എത്ര മോശപ്പെട്ട ഒരു നില വന്നാലും നമ്മുടെ ധൈര്യം മാത്രം വിട്ടുകളയരുത്. നമ്മുടെ ധൈര്യം നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ നിലയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ശരി, നമ്മൾ ഈ അവസ്ഥയ്ക്ക് ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾ തന്നെ പറയൂ. ഈ നിലയിൽ ഇരുന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ലാതെ ലഖനും ചെറിയ കുട്ടിയല്ലേ. ഇപ്പോഴെനിക്ക് എന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. അദ്ദേഹം എനിക്ക് വല്ല വഴി കാണിച്ചു തരും. അച്ഛന്റെ ഭക്തി കണ്ട് ലഖന് വളരെയധികം അത്ഭുതമായി. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് ബാല്യകാലത്തിൽ അവൻ എങ്ങനെയാണ് നന്ദിയുടെ കാതുകളിൽ തന്റെ അച്ഛന്റെ ഭക്തിയെ പറ്റി പറഞ്ഞതെന്ന്. ഉടനെ തന്നെ ലഖൻ വീട്ടിൽ നിന്നിറങ്ങി അമ്പലത്തിലേക്ക് പോയി. നോക്കൂ ദൈവമേ, ഞാൻ ചെറുതിലേ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്റെ അച്ഛന് എന്തുമാത്രം നിങ്ങളെ ഇഷ്ടമാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ഈ നിലയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണമെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ. ലഖൻ, എന്താ കാര്യം മോനെ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല പൂജാരി, അത് അച്ഛനിപ്പോ വയ്യാതെ ഇരിക്കയല്ലേ, അതുകൊണ്ടാ ഭഗവാന്റെ അടുത്തൊരു വഴി ചോദിക്കാന്ന് വന്നിരിക്കുന്നേ. അദ്ദേഹം ദൈവമല്ലേ, എല്ലാ ഭക്തർകളെയും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ഇവിടേക്ക് വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും
ദൈവം നിന്റെ അച്ഛനെ ഒരിക്കലും കൈവിടില്ല മോനെ. ഞാനും നിന്റെ അച്ഛന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ദൈവം നിനക്ക് ഒരു നല്ല വഴി കാണിച്ചു തരും. എന്നാ ശരി പൂജാരി, ഞാൻ ഇറങ്ങുക കേട്ടോ. പൂജാരി പറഞ്ഞത് കേട്ട ലഖൻ കുറച്ച് നിശബ്ദനായി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴാണ് പോകുന്ന വഴിയിൽ ഭസ്മങ്ങളെല്ലാം തേച്ച ഒരു സ്വാമി തന്റെ പശുവിന്റെ കൂടെ നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. സ്വാമി, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കുമോനെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്റെ സുഹൃത്തിന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ വെയിലത്ത് വളരെ ക്ഷീണിച്ചു പോയത്. ഇവിടെ അടുത്ത് വല്ല കുളവോ നദിയോ വല്ലതും ഉണ്ടോ? സ്വാമി, ഇവിടെ അടുത്ത് നദിയൊന്നുമില്ല. പക്ഷെ എന്റെ വീട് ഇവിടുന്ന് വളരെ അടുത്താ. നിങ്ങൾ അങ്ങോട്ടേക്ക് വരൂ. നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തിനും ഞാൻ വെള്ളം തരാം. പക്ഷെ മോനെ, നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? സാരമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോളാം. സ്വാമി, എന്തിനാ വെറുതെ ഇങ്ങനെ ആലോചിക്കുന്നേ? നിങ്ങൾക്ക് ദാഹമുണ്ട്. എന്റെ വീടാണ് ഇവിടുന്ന് അടുത്തുള്ളതും. ആദ്യം നിങ്ങൾ എന്റെ കൂടെ വാ. നീ വളരെ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. നിന്നെ പോലത്തെ ഒരു മകനെ കിട്ടാൻ നിന്റെ അച്ഛനും അമ്മയും പുണ്യം ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം അവരാ പഠിപ്പിച്ചതെന്ന്. എല്ലാ ജീവജാലങ്ങളും ശിവഭഗവാന്റെ മക്കളാ. അത് കാരണമാ നമ്മൾ എല്ലാ ജീവജാലങ്ങൾക്കും മര്യാദ കൊടുക്കേണ്ടത്. വളരെ നന്നായി. വാ, നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ശരി സ്വാമി. ആ സ്വാമിയെയും കൂട്ടി ലഖൻ തന്റെ വീട്ടിലേക്ക് നടന്നു. എന്നിട്ട് ആ പശുവിന് കുറേയധികം വെള്ളവും കൊടുത്ത് സ്വാമിയോട് വീടിനുള്ളിലേക്ക് വരാൻ പറഞ്ഞു. രാമുവിന് ഒട്ടും തന്നെ ആരോഗ്യം സുഖമില്ലാത്തതിനാൽ അവൻ തന്റെ മുറിയിൽ തന്നെ കിടക്കുകയായിരുന്നു. സീത സ്വാമിക്ക് വേണ്ടി വെള്ളവും ഭക്ഷണവും കൊടുത്തു. ഇതിന് നല്ല സ്വാദുണ്ടല്ലോ മോളെ. നന്ദി സ്വാമി. സ്വാമി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വിശ്രമിച്ചോളൂ. ഈ സമയത്ത് നിങ്ങൾ എവിടെ പോയാ താമസിക്കാൻ പോന്നേ? ഞാനൊരു സന്യാസിയാ മോനെ. ഈ ആകാശമാ എന്റെ കൂര. ഈ ലോകമാണ് എന്റെ വീട്. നീ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. ഇപ്പൊ ഈ വീട്ടില് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇല്ല ഇല്ല, ലഖന്റെ അച്ഛനും ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യം ശരിയല്ല. അവർ നമ്മുടെ മുറിയിൽ വിശ്രമിക്കുകയാണ്. ലഖന്റെ നല്ല ഗുണങ്ങൾ കണ്ട് അവന്റെ അച്ഛനും അമ്മയും കാണാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വരൂ സ്വാമി, ഞാൻ എന്റെ അച്ഛനെ കാണിച്ചു തരാം. ഇതാരാ സീതേ? ഏതോ ഒരു സ്വാമിയാണ് വന്നത്. അവർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. നമസ്കാരം സ്വാമി. നന്നായി വരട്ടെ മോനെ. ആ സ്വാമിയെ കണ്ടതും രാമുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. ആ സ്വാമിയുടെ മുഖത്താണെങ്കിലോ വിചിത്രമായ ഒരു പുഞ്ചിരി തോന്നി. എന്തു പറ്റിയാച്ചാ? എന്തുകൊണ്ടാ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മോനെ. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ, ഞാൻ ഇത്രയും നാൾ ആരെയാണോ തേടിയത് അദ്ദേഹത്തിനെ കണ്ടതുപോലെ ഉണ്ട്. ഞാനിപ്പോ ഇറങ്ങാൻ പോവാ. നിങ്ങളെല്ലാരും എനിക്ക് നന്നായി സേവ ചെയ്തു. നിങ്ങൾ വന്നത് കാരണം എന്റെ വീട്ടിന് പുണ്യമാ കിട്ടിയത് സ്വാമി. നിങ്ങൾ ഒരിക്കൽ കൂടെ ഇങ്ങോട്ടേക്ക് വന്നാ തീർച്ചയായും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. നന്ദിയുണ്ട് സ്വാമി. സീതയും ലഖനും രാമുവിനോടൊപ്പം സ്വാമിയുടെ ആശീർവാദം വാങ്ങി. സ്വാമി അവിടെ നിന്നും പോയി. പിറ്റേ ദിവസം രാവിലെ ലഖൻ നോക്കിയപ്പോൾ സ്വാമിയുടെ പശുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മേ, അച്ഛാ, എന്തായി മോനെ? കണ്ടില്ലേ, ആ സ്വാമി അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഇവിടെ തന്നെ വിട്ടിട്ട് പോയിരിക്കാ. പക്ഷെ സ്വാമി എന്തുകൊണ്ടാ ഇതിനെ കൊണ്ടുപോകാതിരുന്നത്? സുഹൃത്തിനെ ആ സ്വാമി വെറുതെ അല്ല ഇവിടെ വിട്ടിട്ട് പോയത്. നമ്മൾ അതിനെ നോക്കിക്കൊള്ളാൻ വേണ്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് തന്നെ ഇതിനെ വളർത്തിയാലോ? ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ നല്ല സ്ഥിതിയിൽ വേണം കാണേണ്ടത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാച്ചാ. സീത, ആ സ്വാമി വന്നിട്ട് പോയതിനു ശേഷം എന്റെ ശരീരത്തിന് നല്ല പുഷ്ടിയുണ്ട്. പക്ഷെ ആ വേദന ഇപ്പോഴും ഉണ്ട്. കൃഷിഭൂമിയിൽ ഇറങ്ങി എന്നെക്കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പശുക്കളെ എന്നെക്കൊണ്ട് നന്നായി നോക്കാൻ കഴിയും. ഞാനും നിങ്ങളുടെ കൂടെ വരാച്ചാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോകൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാം. രാമുവും ലഖനും വയലിലേക്ക് പോയി. ആ വയസ്സായ 2 പശുക്കൾക്കും പാടമുഴാനേ പറ്റിയില്ല. രാമുവും വളരെയധികം ക്ഷീണിച്ചു പോയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സ്വാമിയുടെ കൂടെ വന്ന പശു വന്നത്. ലഖൻ അവിടെ നിന്ന് രാമുവിന്റെ സമീപത്തേക്ക് ഓടി വന്ന്, അച്ഛാ, ഇത് നോക്കിയേ. എന്താ മോനെ? നോക്കിയേ, ആ സ്വാമിയുടെ പശുവും ഇവിടെയാ വന്ന് നിൽക്കുന്നേ. ഇതിനെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിച്ചാലോ? വേണ്ട മോനെ,
നമ്മുടെ ജോലികൾ ചെയ്യിപ്പിച്ച് അതിനെന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? സ്വാമി നമ്മുടെ കയ്യിൽ വിട്ടിട്ട് പോയതല്ലേ, അദ്ദേഹത്തിന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അപ്പോഴാണ് ആ പശു കലപ്പ വന്ന് തൊട്ടത്. അപ്പൊ ഇത് തന്നെ പറയുന്നില്ലേ അച്ഛാ, നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒരുപക്ഷെ ഇതിന് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് ചെയ്യിക്കണ്ട. ശരി മോനെ. ലഖൻ പറഞ്ഞത് കേട്ട് രാമു കലപ്പ ആ പശുവിന്റെ മേലേക്ക് ചേർത്ത് കെട്ടി. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരേ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആ പാടം മുഴുവൻ ആ പശു ഒറ്റയ്ക്ക് ഉഴുന്നു തീർത്തു. ഇത് കണ്ടതും രാമുവിന് വളരെ വിചിത്രമായി തോന്നി. ലഖനും ഒരുപാട് സന്തോഷമായി. അമ്മേ, ഇന്ന് എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ, നിങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. അങ്ങനെ എന്ത് കാര്യം നടന്നത്? നമ്മുടെ പാടത്തിലെ പണി മുഴുവൻ നന്ദി തനിച്ച് തന്നെ തീർത്തു കഴിഞ്ഞു, അതും 1 മണിക്കൂറിനകത്ത്. എന്ത്, സത്യമാണോ? അതെ, ശരി തന്നെയാ. കുറെ പശുക്കളെ ചേർത്താലുള്ള ശക്തി ഈ ഒരു പശുവിൽ തന്നെ ഉണ്ട്. ഇത്രയും ജോലി ചെയ്തതിന് ശേഷം പോലും അത് ക്ഷീണിച്ചു പോയില്ല. ഇതെല്ലാം ഭഗവാൻ ശിവന്റെ അനുഗ്രഹങ്ങളാണ്. ഇതിലും സന്തോഷമായ ബാക്കി എന്ത് കാര്യാ ഉള്ളത്? അതെ അമ്മേ, ഞാനൊരു വഴി തേടാൻ വേണ്ടി ഇന്നലെ കോവിലേക്ക് പോയതാ. ഇന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നും കഴിഞ്ഞു. ഈ വർഷം നമുക്ക് കുറെ കൊയ്യാൻ കഴിയും. തങ്ങളുടെ ജീവിതം മാറുന്നത് കണ്ട് രാമുവിന്റെയും സീതയുടെയും കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ വന്നു. അങ്ങനെ 1 വർഷം മുഴുവൻ കടന്നുപോയി. ഈ പ്രാവശ്യം രാമുവിന് വളരെ നല്ല, ഏറ്റവും കൂടുതൽ വിള ലഭിച്ചു. രാമുവിന്റെ കയ്യിൽ ഒരുപാട് പണം കുമിഞ്ഞുകൂടി. കുബേർപൂരിലെ ഏറ്റവും വലിയ കുബേരൻ ഈ വാർത്ത കേട്ട് രാമുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്തു പറ്റി കുംഭ്? എന്താ ഈ വഴിക്ക്? ഒന്നുമില്ല, ഞാൻ പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരുന്നു. നീയാണ് ഈ വർഷം കൂടുതൽ ഈ നാട്ടിൽ കൊയ്തേന്ന്. അതെങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നേ. എന്തെങ്കിലും പുതിയ വഴിയുണ്ടെങ്കിൽ എന്റെ അടുത്തൊന്ന് പറയേ. നമ്മുടെ ഗ്രാമത്തിനെ നമുക്ക് മുന്നേറ്റാൻ കഴിയുമല്ലോ. ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോ ഒട്ടും വയ്യാതെ ഇരിക്കുക. പിന്നെ എങ്ങനെയാ നീ ഇതൊക്കെ ചെയ്തേ? അതെന്താന്ന് വെച്ചാ, ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ഭഗവാന്റെ ആശീർവാദം കാരണം ഒരു പശു വന്നിട്ടുണ്ട്. ആ പശുവിന് 1000 പശുക്കളുടെ ശക്തിയാ ഉള്ളത്. അതെന്ന് തൊട്ടാണോ എന്റെ വയൽ ഉഴുതാൻ തുടങ്ങിയത്, അന്ന് മുതൽ എന്റെ കൊയ്ത്ത് കൂടി. അതെയോ? അതേ കുംഭ്. അങ്ങനെയാണെങ്കിൽ രാമു, ആ പശുവിനെ എന്റെ അടുത്തങ്ങ് തന്നേക്ക്. ഞാൻ അതിന് നല്ല ഒരു വില ഇട്ട് തരാം. അത് മാത്രമല്ലാതെ എനിക്ക് കുറെ ഭൂമികളുണ്ടല്ലോ. കുംഭ്, ആ പശുവിനെ എനിക്ക് നിന്റെ അടുത്ത് വിൽക്കാൻ പറ്റില്ല. ആ പശു ഒരു സ്വാമിക്ക് സ്വന്തമായതാ. അദ്ദേഹം തീർച്ചയായും വരും. അതുവരെ അതിനെ നോക്കാനുള്ള ചുമതല ഞങ്ങളുടേതാ. അതിന് നീ നേരെ തന്നെ പറയാറുന്നല്ലോ, കൊയ്യുന്നതെല്ലാം നിനക്കായിരിക്കും സ്വന്തമെന്ന്. എന്തിനാ വെറുതെ കഥ പറയുന്നേ? അതിന്റെ മുതലാളി വേറെയാണെങ്കിൽ എന്തിനാ അതിനെ നിന്റെ പാടത്തിലേക്ക് കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്നേ? നിനക്ക് എങ്ങനെ വേണോ നീ അങ്ങനെ തന്നെ വിചാരിച്ചോ. പക്ഷെ സത്യം എന്താന്ന് വെച്ചാ, ആ പശു ഞങ്ങളുടെ കൂടെ ഉള്ളത് ആ സ്വാമിയുടെ അനുഗ്രഹമാണ്. ഞങ്ങൾ അതിനെ സൂക്ഷിച്ചു നോക്കിക്കൊള്ളാം. പക്ഷെ മറ്റൊരു കാര്യം, അതിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതല്ലേ, ആ ജോലിയെല്ലാം അത് തനിച്ച് തന്നെയാ പോയി ചെയ്യുന്നത്. നീ വെറുതെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാൻ പോവാണോ? ഞാൻ ഇറങ്ങാ. നിന്റെ അടുത്ത് സംസാരിച്ച് ഒരു കാര്യവുമില്ല. കുംഭ് അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ രാത്രിയായതും 2 ആളുകളെ കൂട്ടി വന്ന് രാമുവിന്റെ പശുവിനെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. നിങ്ങൾ രണ്ടുപേരും ഇതിനൊരു കയറ് കെട്ടി ഇവിടുന്ന് വലിച്ചോണ്ട് പോ. അവർ 2 പേരും ചേർന്ന് ആ പശുവിന് മൂക്കുകയർ കെട്ടാൻ പോകുമ്പോൾ ആ കയർ തന്നെ ചെറുതായി പോയി. ഇതെന്താ ഇത്? ഒരു കാര്യം ചെയ്യ്, ഇതിനെവിടുന്ന് പൊക്കിക്കൊണ്ട് തന്നെ പോ. അവർ 2 പേരും ചേർന്ന് പശുവിനെ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷെ ആ പശു നിന്നിടത്ത് നിന്ന് അനങ്ങിയതേയില്ല. ഈ ലോകം മുഴുവൻ ഈ പശുവിന്റെ പുറത്താവുള്ളതെന്നാ തോന്നുന്നത്. എനിക്കിതിനെ കുറച്ചു പോലും അനക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ രാമു പറഞ്ഞത് ശരി തന്നെയാ. ഇത് ശരിക്കും ദൈവിക ശക്തിയുള്ള പശുവാ. ആ പശു ഉടനെ തന്നെ 3 പേരെയും കുത്താൻ തുടങ്ങി. കുംഭുവും കൂട്ടുകാരും അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ഈ സംഭവം നടന്ന് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. രാമുവിന്റെ കുടുംബം സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടേയിരുന്നു. ലഖനാണെങ്കിലോ നല്ലൊരു ചെറുപ്പക്കാരനായി മാറി. ഒരു ദിവസം രാവിലെ ആ പശുവിനെ അവിടെ നിന്ന് കാണാതായി. അച്ഛാ, അച്ഛാ, എന്തു പറ്റി ലഖൻ? നമ്മുടെ നന്ദി എങ്ങോട്ടേക്കോ പോയി. ഞാൻ എല്ലായിടത്തും തേടി, എനിക്ക് എവിടെയും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല.
ഇപ്പൊ ആ സ്വാമി ഒന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? നീ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല ലഖൻ. ആ സ്വാമി നന്ദിയാ നമ്മുടെ അടുത്ത് വിട്ടിട്ട് പോയത്. നീ ഇപ്പൊ ഇത്രയും വലിയൊരു ആളായില്ലേ, ഇനി തൊട്ട് നീ വേണം മുഴുവൻ പണിയും എടുത്തു ചെയ്യാൻ. പക്ഷേ അച്ഛാ, നോക്കുമോനെ, ആ ഈശ്വരൻ എല്ലാ ഭക്തരുടെ മേലും നിറയെ കരുണ കാണിക്കും. ഒരുപക്ഷെ ചിലർ അദ്ദേഹത്തിന്റെ ഭക്തരല്ലെങ്കിലും അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞാലും എല്ലാരെയും അദ്ദേഹം ശുശ്രൂഷിക്കും. അന്ന് അദ്ദേഹം പോവാനുള്ള സമയമായിരിക്കില്ല, അതുകൊണ്ട് അന്ന് നന്ദിയെ നമ്മുടെ കയ്യിൽ വിട്ടു. ഇപ്പൊ അദ്ദേഹം പോവാനുള്ള സമയം വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നന്ദിയെ വിളിച്ചുകൊണ്ട് പോയത്. രാമുവിന്റെയും ലഖന്റെയും തലയിൽ എന്തോ ഒരു സ്പർശം ലഭിച്ചതുപോലെ തോന്നി. അതായത് ഈശ്വരൻ അനുഗ്രഹിച്ചതുപോലെ. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകളിൽ കണ്ണീർ വരാൻ തുടങ്ങി. അവർ രണ്ടുപേരും കൈ കൂപ്പി വണങ്ങി നിന്നു. എന്നിട്ട് ഈശ്വരനെ വന്ദിക്കാൻ തുടങ്ങി.